ആലത്തൂരിൽ അഭിഭാഷകനോട് എസ്ഐ മോശമായി പെരുമാറിയതിൽ വിമർശനവുമായി ഹൈക്കോടതി. ആരെയും ചെറുതായി കാണരുത് എന്ന് DGPയോട് കോടതി പറഞ്ഞു. പോലീസുകാരനെ സ്ഥലം മാറ്റിയെന്ന് DGP കോടതിയെ അറിയിച്ചു. പോലീസിന്റെ പെരുമാറ്റം സംബന്ധിച്ച് കർശന നിർദ്ദേശം നൽകണമെന്നും കോടതി DGPക്ക് നിർദ്ദേശം നൽകി. റിയ ബേബിയുണ്ട്. റിയ, ഈ കേസ് എങ്ങനെയാണ് കോടതിയിലെ ശ്രദ്ധയിലേക്ക് വരുന്നത്? ഒരുപാട് വിമർശനങ്ങൾക്കൊക്കെ വിധേയമായതാണ് ഈ SIയുടെ പ്രകോപനപരമായ നടപടി. എന്താണ് സർക്കാരിന്റെ മറുപടി? ഈ സംഭവത്തിൽ അഭിഭാഷകൻ തന്നെ കോടതിയിൽ ഒരു കോടതിയലക്ഷ്യ ഹർജി കൂടി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ ആലത്തൂരിലെ പോലീസ് സ്റ്റേഷൻ SI ആയിരുന്ന റിനീഷിനെതിരെയാണ് പരാതി ഉയർന്നത്. അതായത് വാഹനവും വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ ആവശ്യത്തിന് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു SIയുടെ ഭാഗത്തു നിന്ന് മോശം പരാമർശവും പെരുമാറ്റവും ഉണ്ടായെന്ന് അഭിഭാഷകൻ പരാതി ഉന്നയിച്ചത്. എന്തായാലും കോടതി ഇക്കാര്യത്തിൽ പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് ഉന്നയിച്ചത്. സാധാരണക്കാരായ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ എത്തരത്തിലുള്ള പ്രവർത്തനമായിരിക്കും അല്ലെങ്കിൽ പെരുമാറ്റമായിരിക്കും പോലീസിന്റെ ഭാഗത്തുണ്ടാവുക എന്നത് സംബന്ധിച്ച ആശങ്ക കോടതി ഇന്ന് പങ്കുവച്ചു. ഒരു അഭിഭാഷകരോട് പോലും ഇത്തരത്തിൽ പോലീസ് പെരുമാറുന്നു. അങ്ങനെയെങ്കിൽ ഈ സാധാരണ ആളുകൾ എത്തുമ്പോൾ എങ്ങനെ പെരുമാറുമെന്നതിൽ ആശങ്കയുണ്ടെന്ന് കോടതി പറഞ്ഞു. ഒപ്പം തന്നെ പോലീസുകാർക്ക് പുതിയൊരു മാർഗനിർദ്ദേശം ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നത് സംബന്ധിച്ച് ഇറക്കണമെന്ന് DGPയോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ പെരുമാറ്റം ശരിയാണോ എന്നൊരു ചോദ്യമായിരുന്നു കോടതി DGPയോട് ചോദിച്ചത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു പെരുമാറ്റം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാമെന്ന് DGP വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ SIയെ സ്ഥലം മാറ്റിയിട്ടുണ്ടെന്ന് കോടതിയിൽ DGP അറിയിച്ചു. കുറ്റക്കാരനാണെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും കോടതിയിൽ DGP അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രൂക്ഷമായ വിമർശനം കോടതിയിൽ നിന്ന് പോലീസിന് നേരിടേണ്ടി വന്നു. ഇത് ശരിയായ പെരുമാറ്റമാണോ എന്ന് DGPയോട് തന്നെ കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കൃത്യമായ പെരുമാറ്റം സംബന്ധിച്ച് മാർഗനിർദ്ദേശം ഇറക്കണം എന്നൊരു ആവശ്യം കൂടി കോടതി DGPയോട് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, റിയാണ് വിവരം നൽകിയത്.